ഗവർണർ വിസിയെ സസ്പെൻഡ് ചെയ്തതിൽ പൊള്ളുന്നവർ അറിയാൻ സർവീസിൽ ഇരുത്തരുത്, തൂക്കി പുറത്തു കളയണം. കാരണം അമ്മാതിരി പണിയാണ് വിസി കാണിച്ചത്. സിദ്ധാർത്ഥന്റെ മൃതശരീരം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ കിടക്കുമ്പോൾ മാനേജ്മെന്റ് കൗൺസിൽ തിരഞ്ഞെടുപ്പ് പിടിക്കാൻ തട്ടിക്കൂട്ടിയ അഭിമുഖ മാമാങ്കത്തിന്റെ തിരക്കിലായിരുന്നു വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ. ഒരു നടപടിയും എടുക്കാതെ SFIയെ ഊരിയെടുക്കാനുള്ള ഓട്ടത്തിലായിരുന്നു വിസി. സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ SFIക്കാരേക്കാൾ വലിയ ക്രിമിനലാണ് വിസി എന്ന് പറയേണ്ടി വരും. അസിസ്റ്റന്റ് പ്രൊഫസർമാർ മുതൽ പ്രൊഫസർമാർ വരെയുള്ള 100-ലധികം അധ്യാപകരുടെ സ്ഥാനക്കയറ്റത്തിനായി 19 മുതൽ 21 വരെ വെറ്റിനറി കോളേജിൽ കരിയർ അഡ്വാൻസ് സ്കീം അഭിമുഖം നടത്തിയിരുന്നു. 18-ന് ഉച്ച മുതൽ വൈസ് ചാൻസലർ ഡോക്ടർ MR ശശീന്ദ്രനാഥ് ക്യാമ്പസിലുണ്ട്. 21-ന് അഭിമുഖം കഴിഞ്ഞ് സ്ഥലം വിട്ട വിസി പിന്നീട് പൂക്കോട്ടേക്ക് വന്നതേയില്ല. ഇത്രയേറെ വിവാദമായ സംഭവം ഉണ്ടായിട്ടും ഇടപെട്ടുമില്ല. മാത്രമല്ല 3 ദിവസവും കോളേജിലെ അധ്യാപകരുൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരെയും അഭിമുഖത്തിന് വരുന്നവരെ സ്വീകരിക്കാനും അവർക്ക് ഹോട്ടൽ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കാനും നിയോഗിച്ചു. എല്ലാവരും ഇതിന് പിന്നാലെ പോയതോടെ ആത്മഹത്യക്ക് കാരണമായ വിഷയമറിയാൻ ആരും മുതിർന്നില്ല. സർവകലാശാല വിസിയും രജിസ്ട്രാറും ഉൾപ്പെടെയുള്ളവർ അഭിമുഖത്തിനാണ് പ്രാധാന്യം നൽകിയത്. 19-ന് കോളേജിൽ സിദ്ധാർത്ഥിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ മൃതദേഹത്തിൽ റീത്ത് സമർപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് അദ്ദേഹത്തിനും സർവകലാശാല രജിസ്ട്രാർക്കുമെതിരെ ഉയരുന്ന വിമർശനം. ഗവർണർ സസ്പെൻഡ് ചെയ്ത ശേഷമാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികരിക്കാൻ പോലും വിസി തയ്യാറായത്. ഫെബ്രുവരി 22-നാണ് മാനേജ്മെന്റ് കൗൺസിൽ തിരഞ്ഞെടുപ്പ് തീരുമാനിച്ചതാണ്. പക്ഷേ അഭിമുഖം നടത്താൻ വേണ്ടി തിരഞ്ഞെടുപ്പ് 27-ലേക്ക് മാറ്റി. അഭിമുഖം നടത്തി അധ്യാപകരുടെ സ്ഥാനക്കയറ്റം തീരുമാനിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് കൗൺസിൽ പിടിച്ചടക്കാമെന്ന് തന്നെയാണ് ഈ അസ്വാഭാവികമായ തിരക്ക് കൂട്ടലിന് കാരണമെന്ന് ഒരു വിഭാഗം ജീവനക്കാർ ആരോപിക്കുന്നു. 27-ന് നടന്ന മാനേജ്മെന്റ് കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സംഘടനകളാണ് വിജയിച്ചത്. മാനേജ്മെന്റ് കൗൺസിൽ പിടിച്ചടക്കാൻ 156 അധ്യാപക തസ്തികകൾ കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ട് സർവകലാശാല വിജ്ഞാപനമിറക്കിയത് നേരത്തെ വിവാദമുയർത്തിയിരുന്നു. പൂക്കോട് വെറ്റിനറി സർവകലാശാല മാനേജ്മെന്റ് കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ CPM അനുകൂല സംഘടനകൾക്ക് ഉന്നത വിജയം കിട്ടി. മാനേജ്മെന്റ് കൗൺസിലിലേക്ക് മണ്ഡലങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 4 സീറ്റിൽ CPM അനുകൂല സംഘടനകൾ വിജയിച്ചു. അധ്യാപക വിഭാഗത്തിൽ നിന്ന് ഡോക്ടർ KC ബിബിനും ഡോക്ടർ ശ്രീരഞ്ജിനിയും തിരഞ്ഞെടുക്കപ്പെട്ടു. അനധ്യാപക പ്രതിനിധിയായി CR സന്തോഷും തൊഴിലാളി പ്രതിനിധിയായി സുധീഷും തിരഞ്ഞെടുക്കപ്പെട്ടു. സർവകലാശാലയിൽ വിദ്യാർത്ഥി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പ്രതിനിധികൾ സംയുക്ത പ്രസ്താവനയിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയം കൈവിട്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ഇവർക്കെല്ലാം ചൂട് വന്നു തുടങ്ങിയത്. സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ നേതൃത്വം നൽകിയ SFI കോളേജ് യൂണിറ്റ് സെക്രട്ടറി S അഭിഷേക് പെൺകുട്ടികളുടെ പരാതികൾ പരിഗണിക്കുന്ന ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിലും അംഗമാണ്. സിദ്ധാർത്ഥിനെതിരെ പെൺകുട്ടി നൽകിയ പരാതി ചർച്ച ചെയ്ത ICCയുടെ യോഗത്തിൽ അഭിഷേകും ഉണ്ടായിരുന്നു. ഇയാൾ ഒളിവിലായിരുന്നുവെങ്കിലും കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളാണ്. പക്ഷേ അയാൾ യോഗം നടക്കുമ്പോൾ കേസിൽ പ്രതിയാവുകയോ സസ്പെൻഷനിലാവുകയോ ഒന്നും ചെയ്യാതിരുന്നതുകൊണ്ടാണ് യോഗത്തിൽ പങ്കെടുപ്പിച്ചതെന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. ഫെബ്രുവരി 20-നും 26-നുമാണ് യോഗം ചേർന്നത്. അഭിഷേകിന്റെ പങ്ക് തെളിയുന്നത് 28-നാണ്. അന്നാണ് അയാൾ അറസ്റ്റിലാകുന്നതെന്നാണ് കോളേജിന്റെ വിശദീകരണം. പക്ഷേ മർദ്ദനം നടക്കുമ്പോൾ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ആൾ എന്ന നിലയിലെങ്കിലും അഭിഷേകിനെ മാറ്റി നിർത്തേണ്ടിയിരുന്നു. ഇതിനിടെ സിദ്ധാർത്ഥിനെ മർദ്ദിച്ച് മൃതപ്രായനാക്കിയ കോളേജ് ഹോസ്റ്റൽ ജനപ്രതിനിധികൾക്ക് മുന്നിൽ തുറന്നു. സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷം സമാന്തര ലോകം പോലെ പ്രവർത്തിച്ച ഹോസ്റ്റലിൽ ആദ്യമായി 2 സെക്യൂരിറ്റി ജീവനക്കാരെ കണ്ടു. നേരത്തെ ഈ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. മർദ്ദനം പുറം ലോകമെങ്കിലും അറിയുമായിരുന്നു. സിദ്ധാർത്ഥനെ അടിവസ്ത്രം മാത്രം അണിയിച്ച് കെട്ടിയിട്ട് മർദ്ദിച്ച നടുമുറ്റത്തേക്കാണ് ഹോസ്റ്റലിന്റെ വാതിൽ തുറക്കുന്നത്. 50 വിദ്യാർത്ഥികൾക്ക് താമസിക്കാവുന്ന ഹോസ്റ്റലിലാണ് 130 പേരെ താമസിപ്പിച്ചിരുന്നത്. 3ഉം 4ഉം വിദ്യാർത്ഥികൾ ഒരുമിച്ച് കഴിയുന്ന മുറികളിലൊന്നും ഒട്ടും സൗകര്യമില്ല. വൈദ്യുതി ഉണ്ടായിട്ടും ഇരുണ്ട മുറികൾ തന്നെയായിരുന്നു. MLA-മാരായ T സിദ്ദിഖും IC ബാലകൃഷ്ണനും മുൻ മന്ത്രി PK ജയലക്ഷ്മിയും ഉൾപ്പെടെയുള്ളവർ സിദ്ധാർത്ഥിനെ മർദ്ദിച്ച സ്ഥലങ്ങളും മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇടവുമെല്ലാം സന്ദർശിച്ചു. ജനപ്രതിനിധികൾ എത്തിയപ്പോൾ ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ വാതിലടച്ച് ഓടി ഒളിക്കുകയാണ് ചെയ്തത്. മുന്നിലിട്ട് ക്രൂരമായി സഹപാഠി ആക്രമിക്കപ്പെടുമ്പോൾ കാണിച്ച അതേ നിസ്സംഗത അവർ വീണ്ടും കാണിച്ചു.
മൃഗീയമായ മർദ്ദനത്തിന് അവർ സാക്ഷിയായിട്ടും ആരോടും ഒന്നും പറയാൻ തയ്യാറായില്ല. ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന ഭാവത്തിലാണ് ഇവർ നിന്നിരുന്നത്. SFIയുടെ ആധിപത്യമാണ് ഹോസ്റ്റലിലെന്ന് വ്യക്തമാകുന്ന കാഴ്ചകളായിരുന്നു അവിടെ കണ്ടതെന്ന് ജനപ്രതിനിധികൾ പറയുന്നു.